ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മ്യൂസിക് സ്കൂളിലൊരു പ്രോഗ്രാം കൂടി വരുന്നുണ്ട്. പ്രിയയ്ക്ക് അന്ന് ഡാൻസ് ചെയ്യണമെന്നൊരാഗ്രഹം. അതിന്റെ പ്രാക്ടീസിന് ഞാൻ പ്രിയ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ വന്നത്. പ്രിയങ്കമോളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞ സത്യമാണോ? ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോന്ന്. അതിന്റെ റിഹേഴ്സലിന് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ടാ. അതൊന്നും വേണ്ട മോളെ. കണിമംഗലത്തുകാരുടെ രീതികള് ഇതിനോടൊന്നും യോജിക്കുന്നതല്ല. അപ്പൊ പിന്നെ നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. മാത്രമല്ല, അത്തരം ഒരു കാര്യം പറഞ്ഞ് പുറത്തിറങ്ങിയ പിന്നെ ഇവളുടെ മനസ്സിൽ പഴയതുപോലുള്ള ആഗ്രഹങ്ങൾ വീണ്ടും വരും. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും. അങ്ങനൊന്നുമില്ല അച്ഛാ. നൃത്തം ഞാൻ പഠിച്ചതല്ലേ. ഒരിക്കലെങ്കിലും ഒരു പെർഫോമൻസിനും എനിക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അങ്ങനെ പഠിച്ച ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടാവില്ലേ മോളെ. അതൊക്കെ ഒരു കാലഘട്ടം വരെയാണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കണം. അച്ഛാ, ഞാനിവൾക്ക് വാക്ക് കൊടുത്തു പോയി. അച്ഛനൊന്ന് സമ്മതിക്കണം. എന്റെ കൂടെയല്ലേ, ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ തവണ ഈ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ഈ വിവരം കണിമംഗലത്തെ എല്ലാവരോടും പറയാം. അവരെല്ലാവരും മനസ്സറിഞ്ഞ് സമ്മതം തരികയാണെങ്കിൽ മാത്രം വയ്ക്കും. അതല്ല, അവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ടാന്ന് പറഞ്ഞ അവിടെ വച്ച് ഇത് അവസാനിപ്പിച്ചോണം. എല്ലാവരോടും ചേച്ചി സംസാരിച്ചോളൂ അച്ഛാ. കലാപരമായ കഴിവുകളെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നല്ല. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം ജീവിതമാണ്. അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും അച്ഛൻ സമ്മതം തരുന്നു. രാധിക മോളെ, ഇവിടെ നോക്കിക്കോണേ. അച്ഛന്റെ വാക്കുകൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛനോട് പറയാനുള്ളത് പറഞ്ഞു. ഇനി അനുവാദം കിട്ടേണ്ടത് ഇവിടുത്തെ അമ്മയിൽ നിന്നാണ്. അത് വാങ്ങിച്ചു തരേണ്ട ഉത്തരവാദിത്വം ചേച്ചിക്ക്. പ്രിയേ, അതിനെന്നെ നിർബന്ധിക്കരുത്. അച്ഛനോട് പറഞ്ഞതുപോലെ അമ്മയോടും അങ്ങ് പറഞ്ഞാ മതി. അത് വേണ്ട. അമ്മയ്ക്ക് നിന്നെ വളരെ ഇഷ്ടല്ലേ. നീ ചോദിച്ചാൽ തന്നെ അനുവാദം കിട്ടുമല്ലോ. എന്നോട് പറഞ്ഞ വാക്ക് മറന്നോ? എന്റെ അടിമയാണെന്നുള്ളത് മറന്നോന്ന്. വാ ഇങ്ങോട്ട്. അമ്മേ. ഞാൻ മോളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അമ്മേ, ചേച്ചിക്ക് അമ്മയോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ? മ്യൂസിക് സ്കൂളിലൊരു പ്രോഗ്രാം കൂടി വരുന്നുണ്ട്. പ്രിയയ്ക്ക് അന്ന് ഡാൻസ് ചെയ്യണമെന്നൊരാഗ്രഹം. അതിന്റെ പ്രാക്ടീസിന് ഞാൻ പ്രിയ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ വന്നത്. പ്രിയങ്കമോളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞ സത്യമാണോ? അല്ല, ഇവളുകൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മോളൊരു വേദിയിൽ ആടുന്നതും പാടുന്നതും ഒന്നും ഇതുവരെ അമ്മ കണ്ടിട്ടില്ല. പ്രോഗ്രാമിന് അമ്മയും വരും. മുൻനിരയിൽ തന്നെ അമ്മയിരിക്കും.
മോളെ അമ്മയ്ക്ക് അങ്ങനെ ഒന്ന് കാണണം. മോള് പൊയ്ക്കോ. താങ്ക്സ് അമ്മ. പക്ഷെ മോളെ കൊണ്ടുപോകുന്ന നിനക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലത്താ. എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്റെ മോൾക്കുണ്ടായാൽ അതിന് നീ ഉത്തരം പറയേണ്ടി വരും. പ്രിയങ്കയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഉം. എന്റെ ആഗ്രഹമാണെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ അമ്മേ. വലിയ ഡാൻസർ ആണെന്ന് ഉള്ളിലൊരു വിചാരമുണ്ട്. അതൊന്ന് തീർത്തു കൊടുക്കാനാ ഞാൻ പോകുന്നത്. ജയിച്ചു കാണിക്കുമ്പോ വരുണിന്റെ മനസ്സിൽ എനിക്കൊരു ഇടം കിട്ടുമല്ലോ. ഇപ്പൊ അമ്മയുടെ മനസ്സിലൊരു വാശിയില്ലേ, അത് തന്നെയാ എന്റെയും മനസ്സിൽ. നന്നായി, നടക്കട്ടെ മോളെ. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. വരുൺ തിരിച്ചു വരുമ്പോഴേക്കും എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. കള്ളം പറഞ്ഞതെല്ലാം രാധിക. പ്രിയങ്ക രാധികയുടെ വാക്കുകൾ അനുസരിക്കുന്ന ഒരാള് മാത്രം. എന്ത് പ്രശ്നം വന്നാലും അത് രാധികയുടെ തലയിലുള്ളതാ. ആ രാജു, തണുപ്പൊക്കെ എങ്ങനെയാ? ഇന്നലെ കുറച്ച് മഴ പെയ്തു സാർ. ഇന്ന് നല്ല തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ് അല്ലേ? ആ, കൊള്ളാം. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു വഴി നീളെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അല്ലേ? ആ വരുൺ, നീ നിന്റെ ക്യാമറ എടുത്തില്ലേ? ആ അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. അത് അത്ഭുതമാണല്ലോ. തങ്ക ഒരു കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന പോലെയാണല്ലോ വരുൺ ക്യാമറയും കൊണ്ട് നടക്കുന്നത്. ഒന്ന് പോടാ. അത് കറക്റ്റാ. ഇവന്റെ ക്യാമറയ്ക്കും ഇതിനേക്കാൾ നല്ലൊരു ഉപമ പറയാനില്ല. ഒരൊറ്റ വീക്ക് ഞാൻ ചില നേരത്ത് ബിജുവിൽ നിന്ന് നല്ലതൊക്കെ വരുമല്ലടാ. ചളുവാണെന്ന് മാത്രം. വാ. ആ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. ആ അച്ഛാ, ഇവിടെ ഈ മലമുകളിൽ ഉത്സവം നടക്കാറില്ലേ ഈ കാട്ടിലെ ആൾക്കാരുടെ? ഉണ്ട്, പക്ഷെ അത് ഏപ്രിൽ മാസത്തിലാ, ആ വിഷുവിനോട് അടുപ്പിച്ച്. ഇപ്പൊ ആയിരുന്നെങ്കിൽ നമുക്കും പോവായിരുന്നു, അല്ലടാ വരുണേ?